ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഫ്രൈ പാൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവണോ ബീറ്ററോ മെഷർമെൻറ്റ് കപ്പുകളൊന്നും ആവശ്യമായിട്ടില്ല. ഒരു സ്പൂണും ഒരു ഫ്രൈ പാനും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ കോഴിമുട്ട എടുത്തിട്ടുണ്ട് 3 എണ്ണം. അളവുകളൊക്കെ ഞാൻ പറയാം. ഓയില്, പാല്, പഞ്ചസാര, മൈദ, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനമാണ് ഞാൻ കേക്കിന് റെഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ടല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ബീറ്റർ ഉപയോഗിച്ചിട്ടല്ല ബീറ്റ് ചെയ്യുന്നത്, ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 3 കോഴിമുട്ടയ്ക്ക് 9 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അങ്ങനെ നമുക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇത് 3 ടേബിൾ സ്പൂൺ ഈ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇത് നല്ലവണ്ണം ഈ കോഴിമുട്ടയുമായിട്ട് അലിഞ്ഞ് ചേരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോഴിമുട്ടയ്ക്ക് നന്നായിട്ട് ബീറ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മുഴുവൻ പഞ്ചസാര പൊടിക്കാതെ ചേർക്കുന്നത്. ഇനി ബാക്കിയുള്ള 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അലിയുന്നത് വരെ, പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 3 കോഴിമുട്ടയ്ക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഈ ഒരു സ്പൂണിന് അളവാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പതിഞ്ഞ് നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമുട്ട ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ എസൻസ് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കോഴിമുട്ടൻ്റെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും കോഴിമുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കോഴിമുട്ടയും പഞ്ചസാരയും എസൻസും എല്ലാം നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു തരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തരിപ്പയിലേക്ക് ഞാൻ 9 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 9 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 9 ടേബിൾ സ്പൂൺ മൈദയുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് 3 ടേബിൾ സ്പൂൺ മൈദ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്.
അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തരിച്ച് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരിച്ചിട്ട് കുറേശ്ശെ ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കട്ടയില്ലാതെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നല്ല കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഇത് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഞാൻ ഈ ഒരു ബാറ്റർ 3 ബൗളിലേക്ക് തുല്യ അളവിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈ പാനിലാണല്ലോ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഫ്രൈ പാനിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 3 ബൗളിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ആയാലും മതി. ഇനി ഞാൻ ഈ ഒരു ബൗളിലുള്ള ഈ ബാറ്ററി, നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് 3 കോഴിമുട്ട ഒപ്പരം വെച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാതെ 1 കോഴിമുട്ട വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് ഒരു കേക്ക് റെഡി ആകുമ്പോൾ പിന്നെ അടുത്ത കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലുള്ള കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു സ്വിസ് റോളിൻ്റെ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞാൻ ഒരു എഗ്ഗ് വെച്ചിട്ട് കേക്ക് റെഡിയാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവണതിൻ്റെ മുന്നേ തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ ബട്ടർ തേച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 3 കേക്കും നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ലെയറായിട്ട് നമുക്ക് മുറിക്കാതെ തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലിഡ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലാണ് വിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടേൺ ടേബിൾ നമ്മുടെ അടുക്കളയിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ടേൺ ടേബിൾ ഒന്ന് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഇതും ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. ഒരു കാർഡ്ബോർഡിൽ നമ്മുടെ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. മുകളിലേക്കായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് ഈ കേക്കിൽ സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ക്രീമിൻ്റെ അളവ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ലെയറായിട്ട് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അതുപോലെ ക്രീം ഒക്കെ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് മുഴുവനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അത് മൊത്തമായിട്ടൊന്നും കാണിക്കണില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ ഞാൻ ഈ കേക്കിനെ മൊത്തമായിട്ട് ഈ ക്രീമെല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഞാനൊരു സിമ്പിളായിട്ട് ഒരു ഫ്ലവറാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്ര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് കടയിൽ നിന്ന് ഒരു വിപ്പിംഗ് ക്രീം വാങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറീസും അതുപോലെ തന്നെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.